18 കോടി രൂപ മുടക്കിയ പടത്തിന് 24 ലക്ഷം രൂപ മാത്രമാണ് ടോട്ടൽ കളക്ട് ചെയ്തത്. അത് ഏത് പടമാണെന്ന് അറിയാമല്ലോ, അത് ഞാൻ പറഞ്ഞു തരാം, ഇതൊന്ന് കാണുക. അതായത് 2024 ടോട്ടലി 229 മൂവി ഇറങ്ങി. അതായത് OTT കൂട്ടാതെ, OTT മാത്രം ഡയറക്റ്റ് റിലീസ് കൂട്ടാതെ പിന്നെ ഫിലിം ചേംബർ രജിസ്റ്റർ ചെയ്തേക്കുന്നത് 229 പടം. 2025 217 പടം. അപ്പൊ ഒരു 7 പടത്തിന് വ്യത്യാസം വന്നു. ഓക്കെ, ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാല് 100 മുതൽ 200 ആൾക്കാർ വരെയാണ് പുതിയ പ്രൊഡ്യൂസർ ആയിട്ട് വരുന്നത്. നമ്മൾ അതാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്, പുതിയ പ്രൊഡ്യൂസർ വരുന്നത്. ഓക്കെ, സുദേശന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. ഇത് പണ്ടത്തെ സ്കൂളിൽ നമ്മൾ പഠിച്ചോണ്ട് പോകുന്ന പോലെ ഈ പടം പഠിച്ചോണ്ട് പോകേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാല് ഒരു സിനിമയുടെ പേരിടുമ്പോൾ നീട്ടിവലിച്ച് പേരല്ല ഇടുന്നത്, ഏതെങ്കിലും ചുരുക്കിയ 2 പേര് ഇതാക്കി കൂടായോ, എന്നിട്ട് വിശദീകരിച്ചാൽ മതിയല്ലോ സിനിമയ്ക്ക്. ഇതൊരു ടൈറ്റിലാണ് വരുന്നത്. ഡയറക്ടറിന്റെ പേര് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ പിന്നെ ഇന്ന് താൻ കേസ് കൊടുക്കുന്ന സിനിമയുടെ ഡയറക്ടറാണ്. നല്ല പടമാണ്, സൂപ്പറായിട്ട് ഹിറ്റ് അടിച്ചു. ഓക്കെ, അത് എല്ലാവർക്കും അറിയാം. അതിനാണ്ട് 10-12 കോടി രൂപ ഉണ്ടായിട്ട് തോന്നുന്നു. സുദേശന്റെയും സുമലതയുടെയും ഹൃദയവാദിയായ പ്രണയകഥ. ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ 18 കോടി രൂപയാണ് ബഡ്ജറ്റ്. എത്ര രൂപയാണ് ഇവര് പ്ലാൻ ചെയ്തത്? 3 കോടി രൂപ. കാര്യം അതിന്റെ ആർട്ടിസ്റ്റിനെയൊക്കെ അറിയാമല്ലോ, നമ്മൾ എപ്പോഴും ഒരു സിനിമ എടുക്കുമ്പോൾ അതിന്റെ വാല്യൂ വെച്ചിട്ടാണല്ലോ. ഇത്രയും നീട്ടി വലിച്ച രസമുള്ള ഒരു സാധനത്തിന് 18 കോടി രൂപ ഇത് പ്രൊഡക്ഷനില് വെറും വേൾഡ് വൈഡ് 23 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. എന്റെ അറിവില് അന്നത്തെ ടൈമില് ഏറ്റവും വലിയൊരു ഫ്ലോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. 18 കോടി മുടക്കിയാണ്. അങ്ങനെയാണ് ഈ ഫെഫിക്കത്തെ കുറിച്ച് പറയാതെ. എന്നാലും ഞാൻ വേറെ കാര്യം ചോദിക്കുന്നത്, ഈ പ്രൊഡ്യൂസറുടെ ഒരു കാര്യം ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല്, ഈ 3 കോടിക്ക് ഒരു 2 കോടിയുടെ ആയിക്കോട്ടെ, 5 നിർത്തി. ഇത് അതായത് 15 കോടി രൂപയാണ് എക്സ്ട്രാ പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് ഞാൻ എപ്പോഴും ഒരു തെറി വിളിക്കുന്നു പറഞ്ഞ് പൊതുവെ പറയാറുണ്ട്. നമുക്ക് പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞ ഒരു സാധനം കൺട്രോൾ ചെയ്യാനല്ലേ വെച്ചേക്കുന്നത്. ഈ ഒരു പടത്തിന്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ A to Z കാര്യങ്ങൾ അറിയാവുന്നതാണ്. അപ്പൊ ഈ പുതിയതായിട്ട് വന്ന പ്രൊഡ്യൂസർ ആണെങ്കിൽ പുള്ളിക്കാരന് പറഞ്ഞ് മനസ്സിലാക്കിയും ഈ കൺട്രോൾ ചെയ്യാനാണ് പ്രൊഡ്യൂസർ. അല്ലെ പിന്നെ നമ്മൾ സിനിമയ്ക്ക് പ്രൊഡക്ഷൻ മാനേജർ. എന്റെ അഭിപ്രായത്തിൽ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നുള്ള പദവി മാറ്റി പ്രൊഡക്ഷൻ മാനേജറെ ആക്കി. സാധാരണ പ്രൊഡക്ഷൻ കൺട്രോളറെ ഒക്കെ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ കിളി മാറും. ആ പണി എന്ന് പറഞ്ഞാൽ എന്റെ അറിവിൽ ഇവിടുത്തെ ആരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സിനിമയുടെ ബഡ്ജറ്റ് നിയന്ത്രണം, പ്രൊഡക്ഷൻ കൺട്രോളർ സിനിമയുടെ ബഡ്ജറ്റ് നിയന്ത്രണം. ഓക്കെ, ഞാൻ ഈ പ്രൊഡ്യൂസറിനെ കുറ്റം പറയുന്നത്, ഡയറക്ടറിനെ കുറ്റം പറയുന്നത് കൂടെ തന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന പദവി, ഞാൻ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എപ്പോഴും പറയുന്നത് ഒരു അനുഭവം കൊണ്ടാണ്. എന്റെ മാത്രമല്ല, എന്റെ സൗഹൃദങ്ങളിൽപ്പെട്ട പല ആൾക്കാരുടെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിനല്ലേ ഇങ്ങോട്ട് വന്നത്. ഇതൂടെ കേട്ടോ, പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വേണമെങ്കിൽ കേട്ടോ. ഇത് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞ് ഞെളിഞ്ഞ് നിൽക്കുന്നവരടുത്ത് ഞാൻ ഈ പറയാണ്, സിനിമയുടെ ബഡ്ജറ്റ് നിയന്ത്രണം, ചെലവുകൾ ട്രാക്ക് ചെയ്യുക, മറക്കണ്ട പ്രൊഡക്ഷൻ കൺട്രോളറെ. പിന്നെ അക്കൗണ്ട് ടീമുമായി സഹകരിക്കുക. അക്കൗണ്ട് കൂട്ടാനാണോ കുറയ്ക്കാനാണോ അവിടെ ഞാൻ വീണ്ടും പറയുന്നു. ഷെഡ്യൂളും ബഡ്ജറ്റിനും അനുസരിച്ച് പ്രൊഡക്ഷൻ നടക്കുന്നുവെന്ന് ഉറപ്പാക്കുക.